ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു ഷോപ്പിംഗ് വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു നീണ്ട 6 മാസത്തിന് ശേഷം നമ്മളിന്നൊന്ന് പുറത്തോട്ട് പോവുകയാണ്. വേറെ ഒന്നിനുമല്ല, വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് അറിയണ്ടേ? വേറെ എവിടേക്കും അല്ല, അബുദാബിയിലെ ഐക്യയിലോട്ടാണ് ഇന്ന് പോകുന്നത്. എൻ്റെ ഒരു ഫേവറേറ്റ് ഷോപ്പിംഗ് പ്ലേസ് കൂടെയാണ് ഐക്യ. അപ്പോൾ വിചാരിച്ചു എന്തായാലും പുറത്തിറങ്ങാല്ലേ, നിങ്ങൾക്ക് വേണ്ടി ഒരു വ്ളോഗ് കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. അബുദാബിയിലെ യാസ് ഐലൻഡിലാണ് ഐക്യ ഉള്ളത്. ഞങ്ങൾ അബുദാബിയിലെ സിറ്റിയിലാണ് സ്റ്റേ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 30 മിനിറ്റോളം വേണ്ടി വന്നു നമുക്ക് അവിടെ എത്താൻ വേണ്ടിയിട്ട്. അബുദാബി സിറ്റിയിൽ നിന്ന് പോകുമ്പോൾ 2 ഐലാൻഡ് ക്രോസ് ചെയ്തിട്ട് വേണം അവിടെ എത്താൻ. ഒന്ന് സാദിയത്ത് ഐലൻഡും രണ്ടാമത്തത് അൽ ജുവൈൽ ഐലൻഡും. ഒരുപാട് ട്രാഫിക് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എത്തിപ്പെടാൻ പറ്റും. യാസ് ഐലൻഡിലെ ഐക്യ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒത്തിരി നാളൊന്നും ആയിട്ടില്ല, കുറച്ച് ഇയേഴ്സ് മാത്രമേ ആയിട്ടുള്ളൂ. അതിനു മുന്നേ അബുദാബിയിലെ കോർണിഷിലുള്ള മെറീന മോളിലുള്ള ഒരു ചെറിയ ഷോപ്പായിരുന്നു. ഇന്നിപ്പോൾ നമുക്കൊരു ദിവസം മുഴുവൻ എടുത്തിട്ടും കണ്ടു തീർക്കാൻ പറ്റാത്ത അത്ര വലിയതാണ് അവിടെ. അപ്പോൾ ഫൈനലി നമ്മൾ ഐക്യയിൽ എത്തിയിരിക്കുകയാണ്. ബാക്കി നമുക്ക് ഉള്ളിലെത്തിയിട്ട് കാണാം. ഐക്യയുടെ എൻട്രൻസിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും അവരുടെ ലേറ്റസ്റ്റ് പ്രോഡക്ട്സ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഓരോരോ സീസൺ അനുസരിച്ച് ഡിസ്പ്ലേ ചെയ്യുന്ന ഐറ്റംസും ഡിഫറെൻ്റ് ആയിരിക്കും. അങ്ങനെ നമ്മൾ ഉള്ളിലോട്ട് കയറി, എന്നിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് വിശദമായിട്ട് കാണാം. ഐക്യ എന്ന് പറയുന്നത് നമുക്ക് ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും, അതായത് ഫർണിച്ചർ, ബെഡ് ആൻഡ് മാട്രസ്, കിഡ്സിന് വേണ്ട ഐറ്റംസ്, ബാത്റൂം സെറ്റപ്സ്, കിച്ചൺ അപ്ലയൻസ്, ലോണ്ട്രി ആൻഡ് ക്ലീനിങ്, സ്റ്റോറേജ് ഐറ്റംസ്, മാറ്റ്സ്, ഔട്ട്ഡോർ ഐറ്റംസ്, അങ്ങനെ എല്ലാവിധ ഐറ്റംസും നമുക്ക് ഈ ഷോപ്പിൽ നിന്ന് കിട്ടുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത. ഇപ്പം നമ്മൾ കാണുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ലിവിങ് റൂം ഡിസ്പ്ലേ ആണ്. ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളത് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും വാങ്ങിക്കാം, അല്ലെങ്കിൽ ഒന്നിച്ചിട്ടാണ് വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും എടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഒരു ബാൽക്കണിയുടെ ഒരു അറേഞ്ച്മെൻറ്റ്സ് ആണ് അവർ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയും ബാൽക്കണിയൊക്കെ സെറ്റപ്പ് ചെയ്യാമെന്ന് ഞാനിത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അത്രയും സൂപ്പറായിട്ടാണ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് ഇവിടുന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് പോകാൻ തന്നെ തോന്നില്ല. അത്രയും ഉണ്ട് കാണാനും, അത്രയും ഭംഗിയാണ് ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഇതൊക്കെ ഒരു ഫർണിച്ചർ സെക്ഷനാണ് കാണിക്കുന്നത്. ഇപ്പോൾ കാണുന്നത് നമ്മൾ നല്ല ഭംഗിയുള്ള ഒരു കിച്ചണാണ്. ഇവിടെ എല്ലാ സംഭവങ്ങളും അറേഞ്ച് ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ട്. ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതിന് തന്നെ ഒരു ടൈം വേണ്ടി വരും. സോ ജസ്റ്റ് വെറുതെ ഒന്നെല്ലാം ഏരിയയും കണ്ടിട്ട് പോവുകയാണ് ചെയ്തത്.
ഇപ്പോൾ നമ്മൾ കിഡ്സിൻ്റെ സെക്ഷനിലാണ് എത്തിയിരിക്കുന്നത്. കുട്ടികൾക്ക് കളിക്കാൻ ആവശ്യമായിട്ടുള്ള പല സംഭവങ്ങളും ഇവിടെ ഉണ്ട്. ചെറിയ സ്റ്റഡി ടേബിൾ, ചെയർസ്, ടോയ്സ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളുമാണ് നമുക്കിവിടെ കിട്ടുക. അങ്ങനെ നമ്മൾ അടുത്ത സെക്ഷനിലോട്ട് മൂവ് ചെയ്തു. ഇവിടെ കിച്ചണിലേക്ക് വേണ്ട എല്ലാ ഐറ്റംസും നമുക്ക് കിട്ടും. പാത്രങ്ങൾ, സ്പൂൺസ്, ബൗൾസ്, സ്റ്റോറേജ് ബോക്സസ്, കിച്ചൺ ക്ലോത്ത്സ്, അങ്ങനെ എന്തൊക്കെ വേണോ അതൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഏരിയ ആണ് എത്തിയിട്ടുള്ളത്. ഇവിടെ ഗാർഡനിങ്ങിന് വേണ്ട ആവശ്യമായിട്ടുള്ള എല്ലാതരം ഫ്ലവേഴ്സും ഇവിടെ കിട്ടും. ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും അതേപോലെ തന്നെ ഒരുപാടുണ്ട്. ഒറിജിനലിനെ വെല്ലുന്ന ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് നമുക്കിവിടെ കിട്ടും. അപ്പോൾ പ്ലാന്റിങ്ങിന് ആവശ്യമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ എവിടെയൊക്കെ ഫുൾ ചുറ്റിക്കറങ്ങി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ എപ്പോഴും പറയണ പോലെ ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.